ശബരിമല സ്വർണ്ണക്കവർച്ച വലിയ ചർച്ചയായി മാറിയിരുന്നു. ആദ്യം ചർച്ചകൾ മുഴുവൻ CPM-ന്റെ നേർക്കായിരുന്നു. CPM നേതാക്കൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നവർ, അവരെയൊക്കെ SIT അറസ്റ്റ് ചെയ്തു. അത് വലിയ വാർത്തയാക്കി മാറ്റി. ഇതാ സ്വർണ്ണക്കവർച്ച നടത്തിയത് CPM ആണ്, LDF ആണ് എന്ന് പ്രചരിപ്പിക്കാൻ UDF-ന് ഒരു പരിധിവരെ കഴിഞ്ഞിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വലിയ വൈറലാക്കി മാറ്റിയതും നാം കണ്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു പരിധിവരെ ജനങ്ങളെ അക്കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മാറി മാറി വന്നത്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് എന്നും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവായിരുന്നു എന്നും പുറത്തു വന്നു വിവരങ്ങൾ. അതിനുശേഷമാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നത്. സോണിയാഗാന്ധിക്ക് അടുത്ത് നിൽക്കുന്ന പോറ്റിയെയും ഗോവർദ്ധനെയും, അവരുടെ കൂടെ മറ്റു രണ്ടുപേർ കൂടിയുണ്ട്. അത് UDF കൺവീനർ അടൂർ പ്രകാശാണ്, പത്തനംതിട്ട MP ആന്റോ ആന്റണിയാണ്. ഇതെല്ലാം നാം കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ കോൺഗ്രസിന് നേരെയും കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയും ഉയർന്നു വന്നു. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ രണ്ടുപേർ, പോറ്റിയും അതേപോലെ ഗോവർദ്ധനും എത്തിയത്? ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിയെ കയറ്റിയത്? ഈ ചോദ്യങ്ങൾ വലിയ ചോദ്യങ്ങളായി ഉയർന്നു വന്നപ്പോഴാണ് ഇപ്പോഴിതാ പുതിയ അടവുമായി വന്നിട്ടുണ്ട്. അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയിലേക്ക്, അടൂർ പ്രകാശിലേക്ക്, ആന്റോ ആന്റണിയിലേക്ക്, KC വേണുഗോപാലിലേക്ക്, കോൺഗ്രസ് നേതാക്കളിലേക്ക് സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം നീളുമെന്ന ഘട്ടം വന്ന സമയത്ത് പോറ്റിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം അത് പുറത്തു വന്ന ഘട്ടത്തിൽ സംഭവം ഒന്ന് മാറ്റിപ്പിടിച്ചതാണ്. മാറ്റിപ്പിടിക്കാൻ മാതൃഭൂമി കൂട്ടുനിൽക്കുകയും ചെയ്തു. അതിന് ഉപയോഗിച്ച രേഖ അത് യഥാർത്ഥ രേഖയല്ല, അത് അപ്രൂവ് ചെയ്ത രേഖയല്ല, അതൊരു പ്രൊപ്പോസൽ മാത്രമാണ് എന്നുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പണം വാങ്ങി എന്ന് മാതൃഭൂമി പറഞ്ഞവർ തന്നെ ഞങ്ങൾ പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന പേരിലാണ് വാർത്ത പുറത്തുവിട്ടത്. അതെങ്ങനെയാണ് പ്രൊപ്പോസൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുന്നതിന് വേണ്ടി ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ പോറ്റിയെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച ഒരു ഗൂഢാലോചന ഇവിടെ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഠം കാണുന്നില്ല എന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം വലിയ ചർച്ചയായി മാറിയത്, വിവാദമായി മാറിയത്. ആ പോറ്റി പിന്നീട് ജയിലിൽ പോയി സ്വർണ്ണക്കവർച്ച കേസിൽ എന്നത് മറ്റൊരു കാര്യം. അന്ന് തുടങ്ങിയ ഗൂഢാലോചന ഇന്നിതാ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കൃത്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിൻ്റെ സുനിൽ കനൂകുലുവും കൂടി ചേർന്ന് നടത്തുന്ന വലിയ ഒരു ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ മാതൃഭൂമി ദിനപത്രവും കൂടി പങ്കാളിയായി എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2 ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കും. ഇതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. പണം എത്ര ചെലവഴിച്ചു എന്ന് ഹൈക്കോടതിയെ അറിയിക്കണം. ഒരു നയാ പൈസ പോലും ദേവസ്വം ബോർഡിന്റെ പണം ചെലവഴിക്കരുത് എന്ന് കൃത്യമായും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. 3 കോടി രൂപ അഡ്വാൻസായി നൽകിയിരുന്നു. ആ 3 കോടി രൂപ തിരിച്ചടച്ചു. സ്പോൺസർമാരിൽ നിന്ന് പണം ലഭിച്ചപ്പോൾ ശേഷിക്കുന്ന ചെലവ് മുഴുവൻ വഹിച്ചത് സ്പോൺസർമാരാണ്. അങ്ങനെ ദേവസ്വം ബോർഡിന് ഒരു നയാ പൈസ പോലും ചെലവില്ലാതെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, നിരീക്ഷണത്തിൽ. VD സതീശന്, പ്രതിപക്ഷത്തിനും ഹൈക്കോടതിയെ വിശ്വാസമല്ലാതായിട്ട് കുറച്ച് നാളുകളായി. കാരണം സ്വർണ്ണക്കവർച്ച കേസ് കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത് എന്ന്. അന്ന് തുടങ്ങിയതാണ് ഹൈക്കോടതിയോടുള്ള ചുരുക്ക്. ഇപ്പോഴിതാ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയിൽ കണക്ക് സമർപ്പിച്ചിരുന്നു. അതും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്. ഹൈക്കോടതി അംഗീകരിച്ച കണക്കിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് VD സതീശൻ. എന്ന് വെച്ചാൽ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിലാണ് ഇപ്പോൾ
വി ഡി സതീശനുള്ളത്.